പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 6ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരനായ യുവാവ് മരിച്ചു. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരി ആലക്കുന്നിലെ പുതുപ്പള്ളിഞ്ഞാലിൽ തോമസ് ത്രേസ്യാമ്മ ദമ്പതികളുടെ മകൻ ടോം തോമസനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ടോം തോമസിന്റെ പിതാവ് തോമസ് ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് 7ാം നിലയിൽ അഡ്മിറ്റാണ്. ഇദ്ദേഹത്തെ പരിചരിക്കുന്നതിനായിട്ടാണ് മകനായ ടോം ആശുപത്രിയിൽ എത്തിയത്. 4 ദിവസം മുമ്പാണ് തോമസ് ശസ്ത്രക്രിയയ്ക്കായി 7ാം നിലയിൽ 702ാം വാർഡിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. പുലർച്ചെ 1ഓടെയാണ് ഇയാൾ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സുരക്ഷാ ജീവനക്കാരും ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റു കൂട്ടിരിപ്പുകാരും ഇടപെട്ടതോടെ ഇയാൾ പുറത്തേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി 7ാം നിലയിലെ സ്റ്റെയർകേസിന് സമീപത്തു നിന്നും ജനലിലൂടെ പുറത്തേക്ക് കടന്നു. ഇതോടെ ആശുപത്രി അധികൃതർ അഗ്നിശമന സേനയെ വിവരം അറിയിച്ചു. അഗ്നിശമന സേന സ്ഥലത്തെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങാതെ വന്നതോടെ താഴെ വല വിരിച്ച് ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ 7ാം നിലയിൽ നിന്ന് 6ാം നിലയിലേക്ക് വന്ന ടോം തോമസ് വലയില്ലാത്ത ഭാഗത്തു നിന്നും 1.5 താഴേക്ക് ചാടി. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഭാര്യയും ഇയാളും തമ്മിലുള്ള വിവാഹമോചന കേസ് നടന്നു വരികയാണ്. അത് സംബന്ധിച്ച പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്.